നമസ്കാരം. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജനെ തള്ളാതെ CPIM എല്ലാ കൂടിക്കാഴ്ചകളും പാർട്ടിയോട് പറയേണ്ടതില്ലെന്നും ഇ.പിക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായുള്ള വാക്കേറ്റത്തിൽ ബസ് തടഞ്ഞിട്ടില്ല എന്ന മേയറുടെ വാദം പൊളിയുന്നു. KSRTC ബസ്സിന് മുന്നിൽ കാർ കുറുകെയിട്ട CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തകളെല്ലാം വിശദമായി പരിശോധിക്കാം. സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ.പി. ജയരാജനെ തള്ളാതെ CPIM എല്ലാ കൂടിക്കാഴ്ചകളും പാർട്ടിയോട് പറയേണ്ടതില്ലെന്നും ഇ.പി. ജയരാജനെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. TG നന്ദകുമാറിനും ശോഭാ സുരേന്ദ്രനുമെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇ.പി. ജയരാജന് പാർട്ടി നിർദ്ദേശം നൽകി. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് വിശദീകരിച്ച കാര്യങ്ങൾ, അതിപ്പോൾ ഒരു കൂടിക്കാഴ്ചയിൽ എന്താണ് ഇരിക്കുന്നത്, പാർട്ടി അറിയിക്കേണ്ടതില്ല. ഇന്നിപ്പോൾ എം.വി. ഗോവിന്ദൻ പറയുന്നതും അതുതന്നെയാണ്. ഒപ്പം നയപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം പാർട്ടി അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ഒരു തരത്തിലും പ്രധാനപ്പെട്ടതാകുന്നില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും വിശദീകരിച്ച അതേ നിലപാട്, അതിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ TG നന്ദകുമാറുമായുള്ള ബന്ധം, അതിൽ ജാഗ്രത പുലർത്തണം എന്നതിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ ഇന്നത്തെ CPIM സെക്രട്ടേറിയറ്റ് ചെയ്തത്? അനുജ, അത് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പൊതുവായി ഉണ്ടായിരിക്കുന്ന ഒരു വിലയിരുത്തലും തീരുമാനവും. ഇ.പി. ജയരാജന്റെ വിശദീകരണം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇ.പി. ജയരാജനും പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ ചർച്ച ഒരു രാഷ്ട്രീയ ചർച്ചയായിരുന്നില്ല. മാത്രമല്ല, അത് പാർട്ടിയിൽ അറിയിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. നയപരമായ ഏതെങ്കിലും കാര്യമാണെങ്കിൽ മാത്രം പാർട്ടിയുമായി അറിയിക്കുകയോ പാർട്ടിയിൽ ചർച്ച ചെയ്യുകയോ ചെയ്താൽ മതി എന്ന ഒരു നിലപാടിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അത് രാഷ്ട്രീയ എതിരാളികളെ പലപ്പോഴും പലരും കാണാറുണ്ട്. ഒരു രാഷ്ട്രീയ എതിരാളിയെ കാണുമ്പോൾ അവസാനിച്ചു പോകുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉൾക്കരുത്തല്ല ഇടതുപക്ഷ നേതാക്കന്മാർക്കുള്ളത്, പ്രത്യേകിച്ച് CPIM നേതാക്കന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അവസാനിക്കും, ഈ പ്രത്യയശാസ്ത്രപരമായ പ്രത്യയശാസ്ത്ര കരുത്ത് അവസാനിക്കുമെന്ന ഒരു പൈങ്കിളി ശാസ്ത്രത്തിൽ വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇ.പി. ജയരാജന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുമതി നൽകിയിരിക്കുന്നു. ഈ പ്രകാശ് ജാവ്ദേക്കറുമായി ഒരു തവണ മാത്രമാണ് കണ്ടത്. അത് ആക്കുളത്തെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ചാണ്. ബാക്കി തവണ ചർച്ച നടത്തിയെന്ന് പറയുന്നതെല്ലാം അസംബന്ധമാണ്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെയുള്ള നിയമ നടപടികൾക്കാണ് ഇപ്പോൾ പാർട്ടി അനുമതി നൽകിയിരിക്കുന്നത്. ഇത് TG നന്ദകുമാറിനെതിരെയും അതോടൊപ്പം തന്നെ BJP നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെയും എല്ലാം ഇത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് ഇ.പിയോട് ഇപ്പോൾ പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, TG നന്ദകുമാർ, വിവാദ ദല്ലാൽ TG നന്ദകുമാറുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇ.പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ബന്ധം അവസാനിപ്പിച്ചതായി ഇ.പി സെക്രട്ടേറിയറ്റിൽ വിശദീകരിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ട് ബന്ധം അവസാനിപ്പിച്ചതാണ് എന്ന മറുപടിയാണ് ഇ.പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇ.പിയുടെ ഈ വിശദീകരണം കണക്കിലെടുത്തുകൊണ്ട് മറ്റു നടപടികളിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം. ഇ.പി LDF കൺവീനറായി തുടരും. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുന്നതിനും ശക്തമാക്കുന്നതിനും പാർട്ടിയുടെ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇ.പിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുത്താൽ അത് പ്രതിപക്ഷത്തിന്, കോൺഗ്രസിന് ഒക്കെ ഒരു രാഷ്ട്രീയ ആയുധമായി മാറും എന്ന ഒരു തിരിച്ചറിവ് കൂടി CPIMനുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ എതിരാളിയെ കാണുന്നത് അതത്ര വലിയ ചർച്ചയാക്കി മാറ്റേണ്ടതില്ലെന്ന. പക്ഷേ ഇതിൽ ഗിരീഷ്, ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളത് അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നോ? അങ്ങനെ അതിൽ പ്രശ്നമുണ്ടായിട്ടില്ല എന്ന തരത്തിലാണല്ലോ ഇപ്പോൾ എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നിയമ നടപടിയിലേക്ക് പോകാനില്ല എന്നതാണ് ഇന്നലെ ദീപക് ധർമ്മടവുമായി സംസാരിക്കുമ്പോൾ ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പിറകെ നടക്കാൻ ഇനി തനിക്ക് വയ്യ എന്ന്. പക്ഷേ ഇന്ന് ഇതിനൊക്കെ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. ഒരുപക്ഷെ പാർട്ടിയുടെ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്, ഒരു നിയമ നടപടി സ്വീകരിക്കണം, ഇത് വെറുതെ വിട്ടുകൂടാ എന്ന തരത്തിലേക്ക് സമ്മർദ്ദം അദ്ദേഹത്തിന് മുകളിൽ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്?
അനുജ, ഇക്കാര്യത്തിൽ പാർട്ടി എടുത്ത തീരുമാനം പാർട്ടി അംഗമായ പാർട്ടിയുടെ ഘടകത്തിൽ ഉള്ള EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അനുസരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം EP ജയരാജൻ ഉൾക്കൊള്ളുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇപ്പോൾ EP വ്യക്തമാക്കുന്നത്. ഈ വോട്ടെടുപ്പ് ദിവസം EPയുടെ ഈ തുറന്നു പറച്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം പാർട്ടിക്ക് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലൊരു ചർച്ചയും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു പരോക്ഷമായ സൂചന കൂടി അദ്ദേഹം നൽകുന്നു. കാരണം ഇത് വസ്തുതാപരമായ ഒരു തുറന്നു പറച്ചിലാണ്, വസ്തുതാപരമായ കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ദോഷമൊന്നും ഉണ്ടാകില്ല എന്ന ഒരു വിലയിരുത്തലാണ് CPM-നുള്ളത് എന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. അനുജ, EP ജയരാജന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് പാർട്ടി. അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് തുടരും. അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ഇന്നത്തെ യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. അതിന്റെ ഒരു സാഹചര്യവും നിലവിലില്ല. ഒരു കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് നയപരമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പാർട്ടി അറിയിക്കേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയിൽ തെറ്റായൊന്നുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ അത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അതുകൊണ്ട് അവസാനിച്ചു പോകുന്നതല്ല എന്നുള്ളത് മാധ്യമങ്ങൾ മനസ്സിലാക്കണമെന്ന് കൂടി MV ഗോവിന്ദൻ ഇന്ന് പറയുന്നു. ഏതായാലും EP ജയരാജൻ നിയമ നടപടിയിലേക്ക് കടക്കുകയാണ്. അതിന്റെ സൂചന അദ്ദേഹം ഇന്ന് നൽകുകയും ചെയ്തു. പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം മാധ്യമ ഗൂഢാലോചനയെന്ന് LDF കൺവീനർ EP ജയരാജൻ. കാര്യങ്ങൾ പാർട്ടിക്ക് ബോധ്യമായി. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായ രീതികളാണ്. നിങ്ങൾ വ്യക്തിഹത്യ നടത്താൻ ആസൂത്രിതമായി നടത്തിയൊരു ഗൂഢാലോചനയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. ഇത് പാർട്ടിക്ക് മാത്രം, ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. നിങ്ങളെ പത്രങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞാൻ നിയമ നടപടി ആർക്കൊക്കെ എതിരായി നോക്കണം എന്നുള്ളത് കാര്യങ്ങളെല്ലാം വെച്ച് നിയമ നടപടി സ്വീകരിക്കും. അടുത്ത വാർത്തയിലേക്ക്. കൊടും ചൂടിൽ വലയുകയാണ് കേരളം. ഇന്നത്തെ ജാഗ്രതാ നിർദ്ദേശം, നിയന്ത്രണങ്ങൾ, മുന്നറിയിപ്പുകൾ അതൊക്കെ എന്താണ് എന്നത് പരിശോധിക്കാം. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ഉഷ്ണതരംഗം തുടരുമെന്നാണ് പ്രവചനം. കൊല്ലത്തും തൃശ്ശൂരും ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട്. ചൂട് ഇനിയും കനത്താൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24-നോട് പറഞ്ഞു. ഉയർന്നു തന്നെ തുടരുന്നു. അടുത്ത ഒരാഴ്ചക്കാലം കൂടി തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി താപതരംഗം സ്ഥിരീകരിച്ചിരുന്ന ഒരു ജില്ലയാണ്. ഇന്ന് ഉയർന്ന താപനിലയ്ക്കും അതുപോലെ ഈ ഉഷ്ണതരംഗം സ്ഥിരീകരിക്കാനുള്ള സാധ്യതാ മുന്നറിയിപ്പും പാലക്കാട് ജില്ലയിൽ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ. അത്തരത്തിൽ അസഹനീയമായ ചൂട് നിലനിൽക്കുന്ന പാലക്കാട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പാലക്കാട് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. ഞാനുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്താണ്. ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24-നൊപ്പം ചേരുന്നുണ്ട്. സർ, പാലക്കാട് അത്യുഷ്ണമാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം 3 മരണങ്ങൾ ഈ സൂര്യാഘാതം മൂലം റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. പാലക്കാട് നിലവിൽ നമ്മൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾ, അത് സംബന്ധിച്ച് നമ്മൾ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, നമ്മൾ ഓറഞ്ച് അലേർട്ടുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടി കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന അവലോകനമാണ് ഞങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ളത്. ആയത് പരിഗണിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ മുൻപാകെ ചില ഉപദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അത് കോളേജാകട്ടെ സ്കൂളാകട്ടെ അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ITIകൾ ഉൾപ്പെടെ കുറച്ചു ദിവസം അടച്ചിടുന്നത് പരിഗണിക്കേണ്ടതുണ്ട്. രണ്ടാമത്, നമ്മൾക്ക് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വനിതകളും കിടപ്പ് രോഗികളും ഒക്കെയുള്ള ആശുപത്രികളിൽ കൂടുതൽ തണുപ്പിക്കാവുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ടി വരും. ഇല്ല, കൂളറുകളൊക്കെ റെൻ്റ് ചെയ്തെടുത്ത് തണുപ്പ് നൽകേണ്ടി വരും. ഓൾഡ് ഏജ് ഹോമുകളിലും ഇതേ സാഹചര്യമുണ്ട്. അതും പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഓറഞ്ച് അലേർട്ടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾക്ക് ഈ റെസ്ട്രിക്ഷൻസിലേക്ക് പോകാം. തണ്ണീർപ്പന്തലുകൾ ഒരുക്കി കൊടുക്കാം. പിന്നെ പാലക്കാട് ജില്ലയിൽ ഒട്ടനവധി സ്പോർട്സ് ഈവൻറ്റുകൾ നടക്കുന്ന പ്രദേശമാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ചെറിയ സെൻറ്ററുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ 11 മുതൽ 3 മണി വരെയുള്ള പുറം വെയിലേൽക്കുന്ന തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റി നിർത്തിവെക്കണം എന്നതും ഞങ്ങൾ ഒരു ഉപദേശമായി നൽകിയിട്ടുണ്ട്. ഇനി വളരെ പ്രാദേശികമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അവിടുത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും. പക്ഷേ ഈ സ്ഥിതിവിശേഷം ഇനിയും തുടരും. അത് റെഡ് അലർട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മൾക്ക് വളരെ കണിശമായ ചില നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും യോഗം ആരംഭിക്കുകയാണ്.
അപ്പോൾ അതിലും നമ്മൾക്ക് ചില കാര്യങ്ങൾ പറയാനും അവിടുന്ന് കേൾക്കാനും ഒക്കെ ഉണ്ട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ചൂടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു SOP ഉണ്ട്. കേരളത്തിലൊരു ഈ ചൂടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് പാലക്കാട് കളക്ടർ S. ചിത്ര. നിർദ്ദേശം ലംഘിച്ച് ക്ലാസുകൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ജില്ലയിലെ സാഹചര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നല്ല ജാഗ്രത പാലിച്ചാൽ മാത്രമേ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂ. ഇതുവരെ സൂര്യാഘാതമേറ്റ ജില്ലയിൽ 2 പേർ മരിച്ചെന്നും കളക്ടർ 24 പറഞ്ഞു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട്ടെ ചൂടിന്റെ സാഹചര്യം അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പാലക്കാട് ജില്ലാ കളക്ടറേറ്റ് നൽകിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 2-ാം തീയതി വരെ അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജില്ലാ കളക്ടർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. നമ്മൾ കൊടുത്തൊരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഉഷ്ണതരംഗം തുടങ്ങിയപ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നത് സംബന്ധിച്ച് ഒരു കത്ത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി കൊടുക്കാനാണ് തീരുമാനം. മെയ് 2 വരെ. എത്രത്തോളം ഡേഞ്ചറാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അതിതീവ്രമായിട്ടുള്ള ചൂടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഹ്യൂമിഡിറ്റി 41 ഡിഗ്രി വരെ ചൂട് എന്ന് പറയുമ്പോഴും ഹ്യൂമിഡിറ്റിയും കൂടെ കൂടുമ്പോൾ ഒരു 44 ഡിഗ്രി വരെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിലപ്പുറമാണ്. തുടർച്ചയായിട്ട് അത് ഏൽക്കുമ്പോൾ ശരീരത്തിൻ്റെ ഒരു താപനിയന്ത്രണ സംവിധാനം തകരാറിലാവും. അപ്പോൾ അത് മരണത്തിലേക്ക് വരെ നയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങൾ പ്രത്യേകം കരുതൽ എടുക്കേണ്ടതുണ്ട്. കളിക്കളങ്ങളിലൊക്കെ നമ്മുടെ ടൗണിലടക്കം ഇപ്പോൾ പ്രാക്ടീസും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ അത് കർശനമായിട്ട് വിലക്കുമല്ലേ? ഫിസിക്കൽ എക്സേർഷൻ വരുമ്പോൾ നിർജ്ജലീകരണം പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദാഹം ചിലപ്പോൾ തോന്നണം എന്നില്ല. അപ്പോൾ വെള്ളം കുടിക്കാതെ കുട്ടികൾ തുടർച്ചയായിട്ട് കായിക അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ അത് അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് മെയ് 2 വരെ തൽക്കാലം സ്പോർട്സ് ക്യാമ്പുകൾ, മറ്റ് കോമ്പറ്റീഷൻ ഐറ്റംസ് എല്ലാം ഒഴിവാക്കാനാണ് നിർദ്ദേശം. ഇതിനെന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക? ഇതിനൊന്ന് പ്രതിരോധിക്കാൻ, അതായത് ഇപ്പോൾ മഴയിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, പക്ഷേ ഇതിനെ ലഘൂകരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? കരുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് പറയാൻ പറ്റുക. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഉടനടി വൈദ്യസഹായം എടുക്കുക. നമുക്ക് എടുക്കാവുന്ന കുറേ കരുതലുകളുണ്ട്. ഉപ്പിട്ട് നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം മുതലായ കാര്യങ്ങൾ കുടിക്കുക. മദ്യപാനം, അതേപോലെ ചായ, കാപ്പി മുതലായ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന പാനീയങ്ങൾ കഴിയുന്നതും പകൽ സമയങ്ങളിൽ ഒഴിവാക്കുക. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികളുടെയും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളുള്ളവരുടെയും കാര്യത്തിലാണ്. അപ്പം അങ്ങനെയുള്ള വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ കുടുംബാംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോം ഉൾപ്പെടെയുള്ള വൃദ്ധസദനങ്ങളിൽ പ്രത്യേകം കരുതലെടുക്കുന്നുണ്ട്. അഡീഷണൽ ഫാൻ അറേഞ്ച് ചെയ്യുന്നത് ഉൾപ്പെടെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കരുതലെടുക്കാനും നിർദ്ദേശം കൊടുത്തു. ജില്ലയിൽ ഇപ്പോൾ എത്ര പേര് മരിച്ചിട്ടുണ്ട്? അതായത് ഇപ്പോൾ ഡീഹൈഡ്രേഷൻ മാത്രമല്ല, ക്ഷീണം, ഈ സൂര്യാഘാതം ഏൽക്കുന്നത് മാത്രമല്ല, ഈ നിർജ്ജലീകരണം മൂലവും ഒരാൾ മരിച്ചു അട്ടപ്പാടിയിൽ എന്ന് പറയുന്നത്. അതുകൂടെ കൂട്ടുകയാണെങ്കിൽ സത്യത്തിൽ എത്ര പേരുടെ മരണം ഇതുവരെ ഉണ്ടായി? 2 മരണമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇങ്ങനെ ഒരു സൂര്യാഘാതം മൂലം എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റുള്ള കേസുകളിൽ എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉള്ള കേസുകളൊക്കെയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും സൂര്യാഘാതം മൂലം എന്ന് പറയാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസ്സുകൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഈ സ്പോർട്സിൻ്റെ ഇത് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ എന്തെങ്കിലും പരിശോധന? തീർച്ചയായിട്ടും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമാണ്. അപ്പോൾ അത് ലംഘിച്ചാൽ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവും. പഞ്ചായത്തുകൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. നമുക്ക് വലിയ ജില്ല ആയതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ കെയർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ DD എഡ്യൂക്കേഷനും അതേപോലെ JD LSGയുടെയും പ്രത്യേകമായിട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. ജില്ലയിലെ പ്രത്യേക സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അത് അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും മെയ് 2 വരെയാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന് മുൻപായി തന്നെ അതിനുശേഷവും ഇത് തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അതിനുശേഷമായിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക. എന്തായാലും ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കർശനമായി പാലിക്കാൻ ശ്രദ്ധ പുലർത്തുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ശ്യാം ബാലുവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. കളക്ടറോട് സംസാരിക്കുകയായിരുന്നു നിഖിൽ പ്രമേഷ്. പാലക്കാട് ജില്ലയിലെ നിലവിലെ സാഹചര്യം എന്താണ്, പുതിയ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? നിഖിൽ പ്രമേഷ് ഒരിക്കൽ കൂടി ചേരുന്നു. നിഖിൽ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടയ്ക്കുക എന്നുള്ളത് കർക്കശമായി നടപ്പാക്കുകയാണ്. ഒപ്പം തന്നെ മറ്റെന്തൊക്കെയാണ് പ്രധാനമായും നിയന്ത്രണങ്ങൾ എന്ന തരത്തിലേക്ക് വരുന്നത്? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്? അനുജ, ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു കത്ത് നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനിയിപ്പോൾ അടച്ചിടാൻ 2-ാം തീയതി വരെ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന 2-ാം തീയതി വരെയാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവുക.
എക്സ്ട്രാ ക്ലാസുകൾ, ഈ സമ്മർ ക്ലാസുകൾ അതൊന്നും തന്നെ അനുവദിക്കില്ല. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസുകളോ മറ്റോ സംഘടിപ്പിക്കുകയാണെങ്കിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ അല്പസമയം മുൻപ് വ്യക്തമാക്കുകയുണ്ടായി. ജില്ലയിലെ സാഹചര്യങ്ങൾ വളരെയധികം ഗൗരവകരമായി മാറുകയാണ് എന്നും അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം 2 പേർ ഈ സൂര്യാഘാതമേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായി, ഒരാൾ നിർജ്ജലീകരണം മൂലം മരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കൂടുതൽ പേർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ, മരണപ്പെടുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ നന്നായി ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക, പരമാവധി വെയിലിൽ നിന്ന് അകന്നു നിൽക്കുക, നേരിട്ട് ശരീരത്തിലേക്ക് വെയിലേൽക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജില്ലയിൽ കൂടുതലിടങ്ങളിൽ തണ്ണീർപ്പന്തലുകൾ സജ്ജമാക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ജില്ലയിലെ സാഹചര്യങ്ങൾ വളരെ ഗൗരവകരമായി തുടരുകയാണ്. ഈ സമയത്താണ് ഇപ്പോൾ ചെറിയൊരു വെയിലൊന്ന് അല്പമെങ്കിലും താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതിരാവിലെ, അതായത് ഒരു 7:30 കൂടിയൊക്കെ ആരംഭിക്കുന്ന ചൂട്, കനത്ത ചൂട്, വെയിലത്ത് ഒരു 5 മിനിറ്റ് പോലും തികച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, അപ്പോഴേക്കും ശരീരം തളർന്നു പോകുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ കൊണ്ട് തന്നെ പാലക്കാട്ടുകാർ അങ്ങനെ ആകെ വളരെ വലിയ പ്രയാസത്തിലായി നിൽക്കുകയാണ്. ഇത് പൊള്ളുന്ന ചൂടല്ല, ഇത് കൊല്ലുന്ന ചൂടായി മാറുകയാണ്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഈ പുറത്തിറങ്ങി പണിയെടുക്കുന്ന ആളുകളടക്കം, അതായത് തുറസായ ഇടങ്ങളിലും മറ്റും ജോലി എടുക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുന്നത്. പ്രത്യേകിച്ച് വയലുകളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഈ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളുകൾ, വഴിയോരങ്ങളിൽ കച്ചവടം നടത്തുന്ന ആളുകൾ, അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസത്തിലായി നിൽക്കുന്നത്. ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അവരോട് അഭ്യർത്ഥിക്കുന്നത് സാധ്യമാകുമെങ്കിൽ ഈ ജോലി സമയം ഒന്ന് ക്രമീകരിച്ച്, ഒന്നുകിൽ അതിരാവിലെ ആരംഭിച്ച് ഈ പകൽ സമയങ്ങളിൽ മാറി നിന്ന് വൈകുന്നേരം അത് തുടരുക എന്നുള്ള തരത്തിലാണ്. എന്തായാലും ഏതാനും ദിവസങ്ങളും കൂടി ജില്ലയിലെ സാഹചര്യങ്ങൾ സമാന സാഹചര്യം തന്നെ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. അപ്പോഴും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ലഭ്യതയാണ്. പലയിടങ്ങളിലും വെള്ളം ലഭ്യമല്ല, ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിലും കുടിവെള്ളം ലഭ്യമല്ല. ഇതും വലിയ രീതിയിൽ ആളുകളെ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാക്കുന്നുണ്ട്. അനുജ, പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം തുടരും. അത് വരും ദിവസങ്ങളിലും തുടരാനുള്ള സാധ്യതയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുക, ഒരു തരത്തിലുള്ള ക്ലാസുകളും നടത്താൻ കഴിയില്ല. മെയ് 2 വരെ ഇത് തുടരും. അതിനുശേഷവും വേണ്ടി വന്നാൽ ആ നിയന്ത്രണം ഉണ്ടാകും. ഒപ്പം മറ്റ് ഒട്ടേറെ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് തൃശ്ശൂരിൽ എന്താണ് നിലവിലെ സാഹചര്യം എന്നതിലേക്കാണ്. തൃശ്ശൂരും കൊല്ലത്തും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലവിലുണ്ട്. തൃശ്ശൂർ റൗണ്ടിൽ നിന്നാണ് അശ്വിൻ പാലാടി തത്സമയം ചേരുന്നത്. അശ്വിൻ, തൃശ്ശൂരിൽ ഇന്നലെ മുതൽ തന്നെ ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളതാണ്. നിലവിൽ താപനില എങ്ങനെയാണ്? 40 കടക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടോ? എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ട്? അതൊക്കെ ഏതൊക്കെ നടപ്പാക്കുന്നുണ്ട്? തണ്ണീർ പന്തൽ ഉൾപ്പെടെ. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ. മറ്റൊരു ജില്ല കൊല്ലമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പലതരത്തിൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ളത് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ 3:30 വരെയൊക്കെയുള്ള സമയത്ത് കഴിയുന്നതും വെയിലത്തേക്ക് ഇറങ്ങാതെ, ഒപ്പം അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, സൺഗ്ലാസ് ഉപയോഗിക്കുക, തൊപ്പി ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ, ധാരാളം വെള്ളം കുടിക്കുക എന്നൊക്കെയുള്ളത്. എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോവുക, വൈദ്യ സഹായം തേടുക എന്നതാണ്. അശ്വിൻ, കേൾക്കാമോ? യെസ് അനുജ, എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിപ്പോൾ വലിയ ചൂടാണ്. നിലത്ത് നിൽക്കാനോ പുറത്തിറങ്ങാനോ കഴിയാത്ത തരത്തിലാണ് തൃശ്ശൂരിലെ ചൂട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ അത് 40-നോടടുത്തേക്ക് തൃശ്ശൂരെ ചൂടെത്തിയിരിക്കുന്നു. എന്തായാലും ടൗണിലേക്കൊക്കെ ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം പൊതുവെ കുറയുന്നുണ്ട്. എന്തായാലും പുറത്തിറങ്ങുന്നവർക്ക് ആശ്വാസം ഇങ്ങനെയുള്ള ഈ ചെറിയ കടകളൊക്കെയാണ്. ഇവിടെ മോരും വെള്ളവും മറ്റ് ശീതളപാനീയങ്ങളും ഒക്കെ തേടി ആളുകൾ വരാറുണ്ട്. ചേട്ടാ, ഈ ചൂടിൻ്റെതായ കച്ചവടം കൂടുതലുണ്ടോ? കച്ചവടം കൂടുതലുണ്ടോ? കച്ചവടം ഒരു വിധം കുറച്ച് കൂടുതലുണ്ട്. ചൂട് ഭയങ്കര ചൂടാ. ചെറുതായിട്ട് ഇപ്പം ഉണ്ട് ആൾക്കാർ. പിന്നെ ചൂട് വരാതെ പുറത്തേക്ക് ഇറങ്ങണില്ല. ഈ തൃശ്ശൂരിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, ചൂടായതുകൊണ്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ ശീതളപാനീയ കടകളിൽ പോലും അതാണ് പ്രശ്നം. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്. ഇല്ല, എക്സിബിഷൻ പോലും പോയിട്ടില്ല. എങ്ങനെയുണ്ട്? പൂരത്തിനും രാത്രി വന്നിട്ടുള്ളൂ, വെടിക്കെട്ടിന് മാത്രം. പകൽ പൂരത്തിന് വന്നില്ല? ഇല്ല, വന്നില്ല. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പാലക്കാടൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ എങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, വേണ്ട. അപ്പോൾ ഈ അനുജ, എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഈ പൂരം പോലും ഒഴിവാക്കിയ ആളുകൾ, ഈ ചൂടിനെ പരിഗണിച്ചുകൊണ്ട് പൂരം പോലും ഒഴിവാക്കിയ ആളുകളും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും
പൊതുവേ ഇതാണ് തൃശ്ശൂരിൻ്റെ അവസ്ഥ. ആളുകൾ കുറവാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. നേരത്തെ സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സമയത്തൊക്കെ, പ്രത്യേകിച്ച് വൈകുന്നേരം 4 മണി സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഈ തൃശ്ശൂർ റൗണ്ടിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ചൂട് ആണ് എന്ന് തന്നെ പറയാം. ആളുകൾ തീരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, ഈ തണ്ണീർപ്പന്തലുകൾ പോലെയൊക്കെ ഉള്ളത് സജ്ജീകരിക്കുന്നുണ്ടോ? വഴിയരികിലൊക്കെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകണം എന്നൊക്കെയുള്ള നിർദ്ദേശമുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ അശ്വിൻ? കോർപ്പറേഷൻ്റെ കീഴിലും ഒപ്പം ചില ഓട്ടോ സ്റ്റാൻഡുകളിലും ഒക്കെ ഇങ്ങനെ ഈ തണ്ണീർപ്പന്തലുകൾ അവർ സ്വയം മുൻകൈയെടുത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആളുകൾക്ക് സഹായകമാകുന്നുമുണ്ട്. ഈ പൂരത്തിൻ്റെ ഇടയ്ക്ക് ഈ തൃശ്ശൂർ റൗണ്ടിൽ ടാങ്കുകളിൽ കുടിവെള്ളം വെച്ചിരുന്നൊരു താൽക്കാലിക സംവിധാനം ഉണ്ടായിരുന്നു. ഈ വേനൽക്കാലം പരിഗണിച്ചത് ഈ വേനൽക്കാലത്തിനുള്ളിൽ അത് കഴിയുന്നത് വരെയെങ്കിലും ആ സംവിധാനം നിലനിർത്തണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ അത് പൂരത്തിന് പിന്നാലെ അത് അവിടുന്ന് അഴിച്ചു മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചേട്ടാ ചൂട് എങ്ങനെയുണ്ട്? ചൂട് നല്ല ചൂടാണ്, ചൂടാണ്. ഫാമിലിയായിട്ട് ഇറങ്ങിയതാ. ചൂടിലൊന്നും നിൽക്കാൻ പറ്റില്ല, അതുപോലത്തെ ചൂടാ. ജലമൊക്കെ കിട്ടുന്നുണ്ടോ? പുറത്തിറങ്ങും കുഴപ്പമില്ല, കിട്ടുന്നുണ്ട്, എല്ലായിടത്തും കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ അടുത്ത കടകളൊക്കെ ഉണ്ടല്ലോ, അതിന് കുഴപ്പമില്ല, തട്ടിമുട്ടി കൊണ്ട് പോകുന്നു. അനുജ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഈ പലയിടങ്ങളിലും തണ്ണീർപ്പന്തലൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് തൃശ്ശൂരിലുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ. തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റ് കുറവാണ്. ഇവിടുത്തെ കാറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ ഒരു കാറ്റ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ പറയാം. വലിയ ഒരു ചൂട്, അത് അങ്ങനെ തിങ്ങി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് അസഹനീയമായൊരു കാര്യം. എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ തൃശ്ശൂരിലേക്ക് ഈ ഉഷ്ണതരംഗം എത്തിയിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെങ്കിൽ ഉഷ്ണതരംഗം കൂടി വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരു ആവലാതിയുണ്ട് തൃശ്ശൂർക്കാർക്ക്. അതെങ്ങനെയാകുമെന്നുള്ളൊരു പേടിയുണ്ട്, ഭയമുണ്ട് എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള ഈ ചൂടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അനുജ, തൃശ്ശൂർ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ടാകുന്നുണ്ട് എന്നതാണ് അശ്വിൻ പാലാഴി നൽകിയ വിവരം. നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ കുറച്ചുകൂടി കടുപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ നിലവിൽ നിയന്ത്രണങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുത് തുടങ്ങിയ നിയന്ത്രണങ്ങൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. തൃശ്ശൂരിലേക്കും കൊല്ലത്തേക്കും മുന്നറിയിപ്പ് മാത്രമാണുള്ളത്. പക്ഷേ കഴിയുന്നതും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കുടിവെള്ളമൊക്കെ പലയിടത്തും വച്ചിട്ടുണ്ട്. തണ്ണീർപ്പന്തലുകൾ, അത് കോർപ്പറേഷൻ്റെയും മറ്റും മുൻകൈയെടുത്ത് ആ തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പല മേഖലകളും ഉണ്ട് തൃശ്ശൂരിലും എന്നുള്ളതാണ് അശ്വിൻ പാലാഴി നൽകിയ വിവരം. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടുന്നൊരു ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. ഈ വരാനിരിക്കുന്ന ദിവസങ്ങളും അതുതന്നെയാകും. ഏതായാലും 2 ആഴ്ച കൂടി ഇതേ സാഹചര്യം തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മളോട് ശാസ്ത്ര ലേഖകരും ഗവേഷകരും ഒക്കെ പറഞ്ഞിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ കർക്കശമായ ജാഗ്രത ജനങ്ങൾ പാലിക്കണം. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. KSRTC ഡ്രൈവറുമായി നടുറോഡിൽ തർക്കമുണ്ടായതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ വാദങ്ങൾ പൊളിയുന്നു. പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയർ കാർ കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സിഗ്നലിൽ ബസ് നിർത്തിയപ്പോഴാണ് സംസാരിച്ചത് എന്നായിരുന്നു മേയറുടെ ആദ്യ വാദം. എന്നാൽ ആ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇത് സീബ്ര ലൈനിന് മുന്നിലൂടെ വന്ന് കുറുകെ ഇട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് സിഗ്നലിൽ തന്നെയാണ് എന്ന് തോന്നുന്നു. പക്ഷേ അത്തരത്തിലേക്ക് കാർ കുറുകെ ഇട്ടതായി തനിക്കറിയില്ല എന്നൊക്കെയുള്ള വാദം ഒരു ഘട്ടത്തിൽ മേയർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കാർ മുമ്പോട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് കുറുകെയാണോ എന്നൊന്നും ഓർമ്മയില്ല എന്ന് മറ്റൊരു ഘട്ടത്തിൽ മേയർ പറയുന്നു. ഏതായാലും ഇന്നിപ്പോൾ എന്താണ് ഇതിൽ മേയർക്ക് പറയാനുള്ളത്? ഡ്രൈവറും ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അനുജ, KSRTC ബസ്സിന് യാത്രാ തടസ്സമുണ്ടാക്കി ഈ കാറ് കുറുകെ ഇട്ടില്ല എന്നതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ രാവിലെ പ്രതികരിച്ചത്. ഈ ഡ്രൈവറുടെ ഭാഗത്ത് നിന്നൊരു മോശം പെരുമാറ്റം ഉണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. യാത്രക്കാർക്കോ KSRTC ബസ്സിനോ ഒരു തടസ്സമുണ്ടാക്കുന്ന രീതിയിലായിരുന്നില്ല അത്തരമൊരു പ്രവൃത്തി ഉണ്ടായത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് വിപരീതമായാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞ വാദങ്ങൾക്ക് വിപരീതമായുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ CCTV ദൃശ്യത്തിൽ തിരുവനന്തപുരം പാളയത്തിന് സമീപമുള്ള സാഫല്യം കോംപ്ലക്സിന് മുന്നിലാണ് KSRTC ബസ് തടഞ്ഞുകൊണ്ട് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതും കാൽനട യാത്രക്കാർക്കുള്ള സീബ്ര ലൈനിലാണ് ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഏറെ നേരം ഈ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മേയർ പറഞ്ഞത് ഈ ഡ്രൈവറോട് സംസാരിക്കുന്നതിന് വേണ്ടി ബസ് സിഗ്നലിൽ ഉണ്ടായിരുന്നപ്പോൾ കാർ അവിടെ മുന്നിൽ കൊണ്ട് നിർത്തുകയും പിന്നീട് അവിടെ നിന്ന് കാറ് മാറ്റുകയും ചെയ്തു എന്നതാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ കൃത്യമായി സീബ്ര ലൈനിൽ ഏറെ നേരം കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്
വ്യക്തമാണ്. ഈ ഒരു വാദമാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ അതിൽ പൊരുത്തക്കേട് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഡ്രൈവർക്കെതിരായിട്ടുള്ള പരാതിയിൽ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ മേയർ ആര്യ രാജേന്ദ്രന്റെ വീട്ടിലെത്തി കന്റോൺമെന്റ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ മേയർക്കും സംഘത്തിനുമെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. അതിനെതിരെ വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മേയർ നൽകിയ പരാതിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു പരാതി ഉയർന്നു വന്നതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും നിലവിൽ ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം ഒരു വശത്ത് തുടരുകയാണ്. മറ്റൊന്ന്, ഗതാഗത മന്ത്രി ഈ റിപ്പോർട്ട് തേടിയിരുന്നു. ഇന്ന് തന്നെ ഗതാഗത മന്ത്രിക്ക് KSRTC CMD റിപ്പോർട്ട് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഈ ഡ്രൈവർ യദുവിനോട് ജോലിയിൽ തുടരേണ്ട അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കേണ്ട എന്ന നിർദ്ദേശമാണ് നിലവിൽ KSRTCയും നൽകിയിരിക്കുന്നത്. അനുജ, അതാണ് മേയർ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. അത് തെറ്റ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയവും ചർച്ച ചെയ്തു എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. മേയർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല, മേയർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് പാർട്ടി. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ലാവ്ലിൻ കേസ് ഒത്തുതീർക്കുകയായിരുന്നുവെന്ന് TG നന്ദകുമാർ. തൃശൂരിൽ BJPയെ സഹായിച്ചാൽ കേസ് ഒത്തുതീർക്കാമെന്നായിരുന്നു വാഗ്ദാനമെന്നും TG നന്ദകുമാർ 24നോട് പറഞ്ഞു. BJPയിൽ ചേരാൻ ഉറപ്പിച്ച് EP ജയരാജൻ ഡൽഹിയിൽ എത്തിയിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആരോപണം ആസൂത്രിതം എന്നാണ് EP ജയരാജന്റെ പ്രതികരണം. R രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. RK, കഴിഞ്ഞ ദിവസം തന്നെ EP ജയരാജൻ പറയുന്നുണ്ടായിരുന്നു ഈ കേസ്, ഈ സംഭവം അത് മുഖ്യമന്ത്രിയിലേക്കും ലാവ്ലിൻ കേസിലേക്കും ഒക്കെ വരുന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ്, ആ ഘട്ടത്തിലെത്തിയപ്പോഴാണ് അത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആ വിഷയം തനിക്ക് പറയേണ്ടി വന്നത് എന്ന്. ഇന്നിപ്പോൾ TG നന്ദകുമാർ വ്യക്തമാക്കുന്നത് എന്താണ്? ഇതൊരു ഡീലായിരുന്നു എന്ന തരത്തിലേക്ക് തന്നെയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അനുജ. കാരണം അതിന് അദ്ദേഹം ചില അടിസ്ഥാന കാരണങ്ങളും പറയുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ EP ജയരാജന് അനുകൂലമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കാൻ EP തന്നെ സമ്മതിച്ചിരുന്നില്ല. കാരണം ഈ വിഷയത്തിൽ ചർച്ചയ്ക്കായിട്ട് പ്രകാശ് ജാവ്ദേക്കർ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ റിസോർട്ടുമായി ബന്ധപ്പെടുന്ന പരാതി അടക്കമുള്ള കാര്യങ്ങൾ EDയുടെ പക്കൽ ഉണ്ടായിരുന്ന ഒരു ഘട്ടമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ശ്രമിച്ചപ്പോൾ ED അതിൽ നിന്ന് വിമുഖത കാണിക്കുകയായിരുന്നു. മറിച്ച് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ആണ് താല്പര്യം കാട്ടിയത്. തൃശൂരിൽ വിജയിക്കാൻ ഉള്ള സാധ്യതകളാണ് BJP തേടിയത്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് നേടുകയാണെങ്കിൽ ലാവ്ലിൻ കേസ് പിന്നെ ഉണ്ടാകില്ല എന്ന വിധത്തിലാണ് ഒരു കരാർ ഉണ്ടായിട്ടുള്ളത് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇത് ഏതെങ്കിലും വിധത്തിൽ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ വഴി ഉണ്ടായ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ധാരണയോ അല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും നൽകിയ അനുഗ്രഹാശംസകളോടെയാണ് പ്രകാശ് ജാവ്ദേക്കർ ഈ ചർച്ചകളുടെ ഭാഗമായത് എന്നും നന്ദകുമാർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും തനിക്ക് 2004 മുതൽ പരിചയമുള്ളതാണെന്നും ആ സമയത്ത് കേരളത്തിലുള്ളവർക്ക് ഇവരെ ആരെയും അറിഞ്ഞുകൂടായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. അനുജ, R രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ വേമ്പനാട്ട് കായലിൽ വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങി. സമീപത്തുണ്ടായിരുന്ന സ്പീഡ് ബോട്ട് ഡ്രൈവർമാരുടെ സമയോചിത ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, എല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ? അല്പസമയം മുമ്പാണ് ഈ വേമ്പനാട്ട് കായലിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഒരു ഹൗസ് ബോട്ടാണ് ഇത്തരത്തിൽ മുങ്ങിയത്. എല്ലാവരും തന്നെ സുരക്ഷിതരാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കുടുംബമാണ് ഈ ഹൗസ് ബോട്ടിൽ ഇന്ന് ഗസ്റ്റായി എത്തിയിരുന്നത്. ഇവരുൾപ്പെടെ ഈ ഹൗസ് ബോട്ടിലെ ജീവനക്കാരുമാണ് ഈ അപകട സമയത്ത് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഈ ബോട്ട് മുങ്ങിയപ്പോൾ തന്നെ ഇവർ ഈ തരത്തിൽ ഈ സമീപത്തുണ്ടായിരുന്ന സ്പീഡ് ബോട്ട് ജീവനക്കാരാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവർ ഈ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ സുരക്ഷിതരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഹൗസ് ബോട്ട് പൂർണ്ണമായും വേമ്പനാട്ട് കായലിൽ ഇത്തരത്തിൽ മുങ്ങിപ്പോയി എന്നുള്ള ഒരു വിവരം കൂടി അവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. പക്ഷെ ആളുകൾക്കൊന്നും തന്നെ അപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും ഈ ഒരു മാസത്തിന് മുമ്പും ഇത്തരത്തിൽ ഈ വേമ്പനാട്ട് കായലിൽ ഇതേ സ്ഥലത്ത് തന്നെ ഈ ഹൗസ് ബോട്ട് മുങ്ങിയ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനുജ, ഹരികൃഷ്ണൻ, ഏത് സാഹചര്യത്തിലാണ് ബോട്ട് മുങ്ങിയത്? അത് എന്തുകൊണ്ടാണ് ഇത് തുടർച്ചയായി ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ കാരണം നമുക്കറിയാമോ?
അതായത് പ്രാഥമികമായി ഈ അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഈ ബോട്ടിന് മതിയായ സുരക്ഷാ കാരണങ്ങളില്ലാത്തതാണോ എന്നുള്ളത് സംശയമുണ്ട്. പക്ഷെ അതിൽ വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതോ ഇനി ഈ ബോട്ടിൻ്റെ കപ്പാസിറ്റിക്ക് അധികം ആളുകൾ കെയർ ചെയ്തുകൊണ്ടാണോ എന്ന് അറിയില്ല. ഈ ദൃക്സാക്ഷികളാണ് നമുക്ക് ഈ വിവരം തരുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതൊരു സിംഗിൾ ബെഡ്റൂം ഹൗസ് ബോട്ടാണ്. ഇവിടെ ഒരു കുടുംബത്തിനാണ് കയറാൻ കഴിയുന്നത്. അതായത് 1, 2 അല്ലെങ്കിൽ 3 പേർക്ക്, മാക്സിമം 3 പേർക്കാണ് കയറാൻ കഴിയുന്നത്. അതിലധികം ആളുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇന്ന് ഈ ഹൗസ് ബോട്ടിൻ്റെ ഉടമയായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഇന്നൊരു കുടുംബമാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത്, അവരാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ സ്പീഡ് ബോട്ട് ജീവനക്കാരും പറയുന്നത് 5 പേർ അതിനകത്ത് ഉണ്ടായിരുന്നു, അത് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. പക്ഷേ കൃത്യമായും ഈ അപകട കാരണം എന്താണെന്നുള്ളത് വ്യക്തമായില്ല. പക്ഷേ ബോട്ട് മുങ്ങിയപ്പോൾ തന്നെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു വലിയ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അനുജ, ആലപ്പുഴ വേമ്പനാട്ട് കായലിലാണ് വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങിയത്. എന്നാൽ ഒരു അപകടവും ഉണ്ടാകാതെ സമീപത്തുണ്ടായിരുന്ന സ്പീഡ് ബോട്ട് ഡ്രൈവർമാർ സമയോചിത ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. വലിയ ദുരന്തം അതിലൂടെ ഒഴിവായി. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കൂടാതെ ജീവനക്കാർ എന്നിവരാണ് ഹൗസ് ബോട്ടിൽ ഉണ്ടായത്. എന്താണ് അപകട കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവ്. ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാലാണ് ഇളവ് നൽകിയത്. പഴയ രീതിയിൽ നിലവിലെ ഗ്രൗണ്ടിൽ എടുക്കാം. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, ഈ ഇളവ് എത്ര കാലത്തേക്കാണ്? അനുജ, ഈ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ചുമതലയേറ്റതിന് ശേഷം കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ അത് പരിഷ്കരിക്കുക, അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുക എന്നുള്ള തീരുമാനം. ആ തീരുമാനം നടപ്പിലാവാൻ 2 ദിവസം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ ഈ ഗ്രൗണ്ടുകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് സജ്ജമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇതിൽ വലിയ വിമർശനവും ഗതാഗത വകുപ്പും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും നേരിട്ടിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ അത് നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൗണ്ടുകളിൽ തന്നെ നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇത് എത്ര നാൾ ഈ ഒരു സാവകാശം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. എന്തായാലും ഉൾപ്പെടെയുള്ളവ നേരത്തെയുള്ള ഗ്രൗണ്ടുകളിൽ തന്നെ ചെയ്യാം. പകരം മറ്റുള്ള നടപടികൾ, അതായത് ഈ പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായുള്ള പാർക്കിംഗ് തുടങ്ങിയുള്ള ടെസ്റ്റുകളിലൊക്കെ പുതിയ സൗകര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഡ്രൈവിംഗ് ടെസ്റ്റിലാണ് ഇപ്പോൾ ഇളവുകൾ അനുവദിച്ചിട്ടുള്ളത്. പഴയ രീതിയിൽ തന്നെ എടുക്കാം. ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാലാണ് ഇളവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 71.27% പോളിംഗ്. ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ്, 78.41%. പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഏതാണ്ട് എല്ലാ മണ്ഡലത്തിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറവ് എന്ന തരത്തിലേക്കാണോ? ഇതിൽ ഇപ്പോൾ വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും എല്ലാം എണ്ണിയുള്ള അവസാനത്തെ ഔദ്യോഗിക കണക്കാണല്ലോ ഇത്, അല്ലേ? തീർച്ചയായും. അതായത് വോട്ടെടുപ്പ് സംബന്ധിച്ച ഔദ്യോഗിക വിവരമാണിത്. അത് അന്തിമമാണിത്. കാരണം പോസ്റ്റൽ വോട്ടുകൾ അതുപോലെ വീട്ടിലെ വോട്ട് അടക്കമുള്ള ആബ്സെന്റി വോട്ടുകളെല്ലാം ചേർത്ത് അത് പരിഷ്കരിച്ചതാണ്, വോട്ടിംഗ് ശതമാനം പരിഷ്കരിച്ചതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 71.27% പോളിംഗ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിക്കുന്നുണ്ട്. ആകെയുള്ള 2,77,49,158 വോട്ടർമാരിൽ 1,97,77,478 വോട്ടർമാർ ബൂത്തുകളിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതിൽ 150 പേർ ഭിന്നലിംഗ വോട്ടർമാരാണെന്ന് അറിയിക്കുന്നുണ്ട്. ആബ്സെന്റി വോട്ടർ വിഭാഗത്തിൽ 1,80,865 വോട്ടും ഒപ്പം തപാൽ വോട്ട്, അത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കം തപാൽ വോട്ട് 41,904 പോസ്റ്റൽ വോട്ടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ്, 78.41%. 1,11,450 വോട്ടർമാർ വടകരയിൽ വോട്ട് രേഖപ്പെടുത്തിയതായാണ് കണക്ക്. പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടിംഗ് നടന്നിട്ടുള്ളത്, 63.37%. ഏറെക്കുറെ അത്രയും തന്നെ വോട്ടർമാർ അവിടെ ഏതാണ്ട് 9,06,051 വോട്ടർമാർ മാത്രമാണ് പത്തനംതിട്ടയിൽ വോട്ട് രേഖപ്പെടുത്തിയതായി വിവരമുള്ളത്. 85 വയസ്സിന് മുകളിൽ പ്രായമായവർ, ഭിന്നശേഷി വോട്ടർമാർ, ഒപ്പം കോവിഡ് ബാധിതർ, അവശ്യ സേവന വിഭാഗങ്ങളിലെ ജോലിക്കാർ എന്നിവർ ഉൾപ്പെടുന്നതാണ് ആബ്സെന്റ് വോട്ടർ വിഭാഗം. നമ്മൾ ഈ ആബ്സെന്റ് വോട്ടർ നേരത്തെ പറഞ്ഞതാണ്. 1,80,865 ആബ്സെന്റ് വോട്ടറും 41,904 തപാൽ വോട്ടും കൂടെ ചേർന്നാണ് ഈ പുതുക്കിയ കണക്കിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 71.27% പോളിംഗ് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിൽ, പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ്.
മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇന്നലെ രാത്രി ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞു. പെരിയവരെ എസ്റ്റേറ്റിലാണ് കാട്ടാന ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത്. ഇടവേളകളില്ലാതെ കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലകളിൽ ഇറങ്ങുകയാണ്. ആന ദിവസവും കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് പോകുന്നില്ല. ഇന്നലെ രാത്രി പെരിയവര എസ്റ്റേറ്റിനോട് ചേർന്ന് ദേശീയപാതയിലെത്തിയ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞു. അരമണിക്കൂറിന് ശേഷം RRT എത്തിയാണ് പടയപ്പയെ റോഡിൽ നിന്ന് മാറ്റിയത്. പെരിയവര എസ്റ്റേറ്റ് മേഖലയിലാണ് ഇപ്പോൾ ആനയുള്ളത്. RRT സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. പടയപ്പയെ അനാവശ്യമായി പ്രകോപിപ്പിക്കരുതെന്ന മുന്നറിയിപ്പും വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. 24 ഇടുക്കി. ഇടുക്കിയിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരമായി ചിന്നക്കനാൽ മൂന്നാർ ആനത്താര പുനഃസ്ഥാപിക്കണമെന്ന് വിദഗ്ധ സമിതി. ചിന്നക്കനാൽ മേഖലയിലെ കോളനികൾ മാറ്റി സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് റിപ്പോർട്ട് നൽകിയത്. മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിലുള്ളത്. ചിന്നക്കനാൽ മുതൽ മൂന്നാർ വരെയുള്ള ആനത്താരകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. കാട്ടാനാക്രമണം നിരന്തരമുണ്ടാകുന്ന ചിന്നക്കനാലിലെ 301, 86 എന്നീ കോളനികൾ മാറ്റിസ്ഥാപിച്ച് സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. റേഷൻ കടകൾക്ക് ഫെൻസിംഗ് സംരക്ഷണം ഒരുക്കണം. രാത്രി 7 മണിക്ക് ശേഷം ഇടറോഡുകൾ വഴിയുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങളും നിയന്ത്രിക്കണമെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. മൂന്നാർ മേഖലയിൽ പതിവായി ശല്യമുണ്ടാക്കുന്ന പടയപ്പയെ പിടിച്ചുമാറ്റുന്നത് പ്രശ്നപരിഹാരമല്ല. പ്രദേശത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കണം. മാട്ടുപ്പെട്ടി, ടോപ്പ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ മാറ്റണമെന്നുമാണ് പ്രശ്നപരിഹാരമായി സമിതി ചൂണ്ടിക്കാട്ടുന്നത്. 24 കൊച്ചി. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.